കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഉമ്മനെയും വാപ്പനെയും കണ്ടത്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണാനൊന്നും വന്നിട്ടില്ല. അന്നപ്പോൾ ഞാൻ വന്ന് കണ്ടപ്പം തന്നെ എനിക്കെൻ്റെ വല്യാപ്പന്മാരെ അവരോടാണ് തോന്നിയത്. ഞാൻ അത്ര ഒരു പ്രായമായ ആളാണ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലേ. അപ്പം എനിക്ക് അവർ വല്യാപ്പന്മാർ അതേ ഒരിതാണ് തോന്നിയത്. വന്നപ്പം തന്നെ ഞാൻ വാപ്പാപ്പ നിന്ന് ഞാൻ വാപ്പിച്ചി എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ കൂടുതൽ പറയാൻ കഴിയൂല കേട്ടോ, ആദ്യമേ പറഞ്ഞതാണ്. പക്ഷെ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ എനിക്ക് വാക്കിലൂടെ പറഞ്ഞ് കഴിയൂല. ഞാനും ഒരു അത്രയും സ്നേഹത്തിലാണ് കഴിഞ്ഞത്. എല്ലാ കാര്യത്തിലും ഞാൻ വേണ്ടിയിരുന്നു ഇപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് പറയാൻ കഴിയൂല, കുറേ പറയാനുണ്ട്. അവസാന കാലങ്ങളിൽ ഞാൻ കുറേ ഒപ്പരാളല്ല നിന്നത്. എല്ലാവരും വന്ന് നോക്കലുണ്ട്, എല്ലാവരും വരല്ലോ. പക്ഷെ എന്നാലും സുഖമില്ലാതായപ്പോഴൊക്കെ ഞങ്ങളുടെ 3 ആൾക്കാർ കൂടുതൽ നിന്ന്. പക്ഷേ എന്തിന് ഡോക്ടറെടുത്ത് പോവുകയാണെങ്കിലും ഞാൻ അല്ലാതെ ഡോക്ടറെടുത്ത് പോവില്ല. മൻസൂറും വേണം, ഞാനും വേണം. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ നല്ലപോലെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം തന്നെയെങ്കിലും എൻ്റെ അമ്മേനെയും എൻ്റെ അനിയത്തിമാരെയും കാണാതെ ഓലൊന്ന് വിളിച്ചുകൂട് എപ്പോഴും പറയും. ഓലാടെ വാപ്പാടില്ലാത്തതാണ്, ചെറിയ മക്കളാണ്, ഓലെ നമ്മൾ നോക്കണമെന്ന് പറയലിനോട്. അവിടെ ഒരാഴ്ച ആകുമ്പോഴേക്കും ഉമ്മനങ്ങ് വിളിച്ചുകൂടി വർത്താനൊക്കെ അറിയാൻ അങ്ങനെ പറയുന്നു. അന്നത്തെ കാലം എന്നെ കൊണ്ടേയാക്കാനൊക്കെ വരും. ഇക്കാക്ക ഒരു വർഷം ദുബായിലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഒരു മരക്കാർക്കാക്കുണ്ട്, മരക്കാക്കാക്കനെ വിളിക്കും, എൻ്റെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എന്നെ കൊണ്ടാക്കി തരും. വന്നപ്പോൾ അവിടെ നെല്ലുണ്ട് ഒരു മുന്നിൽ തന്നെ. എനിക്ക് നെല്ലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം വയലൊക്കെ നോക്കിയിരുന്ന് ഈ കസാലയെല്ലാം മുറ്റത്ത് ആ കോലായിൽ ഇരുന്ന് ഞാൻ ആ നെല്ലൊന്ന് നോക്കിയിരിക്കാൻ വേണ്ടി കാലൊക്കെ നീട്ടി കുറച്ച് സമയം അവിടെ ഇരിക്കും. ഞാൻ കുറച്ച് നേരം കാണട്ടെ, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ നിങ്ങൾക്ക് എന്താ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉമ്മ ചോദിക്കുമ്പോൾ അറിയും, എനിക്ക് നാടൻ കോഴിൻ്റെ കറി പത്തിരി മതി. അതൊക്കെ എൻ്റെ നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ ഒരു 2 മണിക്കൂറൊക്കെ ആടി ഇരുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോരും. കുറച്ച് നേരം അങ്ങനെ പൂതിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഗുളിക വാങ്ങണമെങ്കിൽ ഇപ്പം പറയും മൻസൂറിനെ വിളിക്കും. മൻസൂർ വന്ന് മരുന്ന് കൊടുത്താലേ തൃപ്തിയാവുള്ളൂ. പിന്നെ എല്ലാവരെയും വിളിക്കും കേട്ടോ. അർമാകാക്കന ഈ അർമാൻ അതിലല്ലോ പോകണ്ടോന്ന് നോക്ക്, അർമാൻ അതിലൊന്ന് പോയി നോക്ക്, അതിൽ പോകണ്ടോ നോക്ക് തരും. അപ്പോൾ അർമാകാക്ക എടുക്ക് വരും, വന്ന് കഴിഞ്ഞ് കുറേ നേരം കുത്തിരിക്കും. കുറേ അർമാകാക്ക ചീത്ത പറയൂ, എനിക്കൊന്നിവിടെ എന്നെ വന്ന് നോക്കിക്കൂടെ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ എല്ലാവരെയും വരും, എല്ലാവരെയും വന്ന് ചോദിക്കും. പക്ഷെ എന്തായാലും പഴയ കാര്യങ്ങൾ അന്നൊക്കെ നല്ലപോലെ ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കഥകളൊക്കെ പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ചില്ല, മനസ്സിലാക്കിയില്ല. എൻ്റെ തെറ്റാണ്. നല്ല സ്നേഹമുള്ളവരായിരുന്നു. കുറച്ച് മുന്തേച്ചൊക്കെ ഉണ്ടെന്ന് പോലെ കുറച്ച് മുമ്പേ, പക്ഷേ അന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നൊക്കെ സ്നേഹത്തിലാണ്. ഞാൻ ഇങ്ങനെ ലേലൊക്കെ അത് മുന്നിൽ നിൽക്കുമ്പോൾ ചോദിക്കും, ഈ തലയിൽ ടീയില്ലേ ചോദിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെറിയ തട്ട ചുറ്റി കെട്ടിയിട്ടുണ്ടാവും, എന്നാലും അത്ര ഇങ്ങനെ കാണാത്തതും കൊണ്ട് ചോദിക്കൂ, തലയിൽ ടീയില്ലേന്ന്. ഈ എന്തെങ്കിലും തലയിൽ കെട്ടിക്കാളാന്നറിയും. സുഖമില്ലാണ്ട് ഒരു 9 മാസം കട്ടുമ്മൽ കിടന്നിട്ട് എമ്മ മരിച്ചതിന് ശേഷം അന്നപ്പോഴൊക്കെ പറയും, ഇന്നൊന്ന് കട്ടാങ്ങലോ കള്ളന്തോടോ ഒന്ന് കൊണ്ടുപോകും. റസി എന്നെ കട്ടാങ്ങലോ കള്ളന്തോടോ കൊണ്ടുപോകും. എനിക്ക് പറ്റിയൊരു ചെരുപ്പ് വാങ്ങാനാണ്. എൻ്റെ ചെരുപ്പിന് ഒറ്റ ചെരുപ്പിൻ്റെ കാലിന് പറ്റൂല. ഇന്നൊന്ന് ചെരുപ്പ് പീടികയിലൊന്ന് കൊണ്ടുപോയി എനിക്ക് പാകമുള്ള ചെരുപ്പ് വാങ്ങുക, അല്ലെ മൻസൂറിനെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ ഷെബീറിനെ വിളിക്കും. അങ്ങനെ പറയലും, മൻസൂറിനെ വിളിക്കും, ഷെബീറിനെ വിളിക്കും. ഇന്നത് കള്ളന്തോടൊന്ന് കൊണ്ടുപോയി ആ ചെരുപ്പ് പീടികയിലൊന്ന് കൊണ്ടുപോയി എനിക്ക് പാകമുള്ള ചെരുപ്പ് വാങ്ങും. എനിക്ക് ഒറ്റ ചെരുപ്പ് കാൽമ കിട്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഓല ആരെങ്കിലും ഒന്ന് വന്ന് വെറുതെ കള്ളന്തോടാണെങ്കിലും ഒന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയി ഇങ്ങോട്ടന്നെ കൊണ്ടുവരും. പിന്നെ ഇടയ്ക്ക് വയൽ കാണാൻ തന്നെ എപ്പോഴും, വയലും നെല്ലും കാണാൻ എപ്പോഴും പൂതിയുണ്ടായിരുന്നു. പിന്നെ പണിക്കാരെ വിളിക്കാൻ നല്ല ഇഷ്ടമാണ്, പറമ്പിലൊക്കെ പണിയെടുപ്പിക്കാൻ പണിക്കാരെ വിളിക്കാൻ.